ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വലിയ സാന്നിധ്യം നേടിയിരുന്ന പേടിഎം പേയ്മെന്റ് ബാങ്കിന് നൽകിയിരുന്ന ബാങ്കിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള കർശന തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുകയാണ്. ബാങ്കിന്റെ പ്രവർത്തനം നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലായിരുന്നു എന്നും ലൈസൻസ് അനുവദിച്ചപ്പോൾ നിർദ്ദേശിച്ചിരുന്ന നിർണായകമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സ്ഥാപനത്തിന് സാധിച്ചില്ലെന്നും RBI വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കുകയും തുടർന്ന് ബാങ്കിനെ പിരിച്ചുവിടുന്നതായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും RBI അറിയിച്ചത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 22(4) പ്രകാരം 2026 ഏപ്രിൽ 24-നുള്ള പ്രവൃത്തി സമയം അവസാനിക്കുന്നതോടെയാണ് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ പേടിഎം പേയ്മെന്റ് ബാങ്കിന് ഇനി ബാങ്കിംഗ് സേവനങ്ങൾ നടത്താനും നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും മറ്റ് അനുബന്ധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനും നിയമപരമായി അനുവാദമുണ്ടാകില്ല. നിലവിലുള്ള അക്കൗണ്ടുകൾ, ഇടപാടുകൾ, ഉപഭോക്തൃ തുകകൾ എന്നിവയെ സംബന്ധിച്ച കാര്യങ്ങളിൽ RBI പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രവർത്തന രീതി നിക്ഷേപകരുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസത്തെ ബാധിക്കുന്നതായിരുന്നുവെന്ന് RBI നിരീക്ഷിച്ചു. മാനേജ്മെന്റിന്റെ കാര്യക്ഷമതയിലും നിയന്ത്രണങ്ങളിലും ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിരുന്നുവെന്നും ആന്തരിക നിയന്ത്രണ സംവിധാനങ്ങൾ ശക്തമല്ലാത്തതും നിരവധി നിയമലംഘനങ്ങൾക്ക് വഴിവെച്ചതുമാണ് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം സാഹചര്യത്തിൽ തുടർന്ന് പ്രവർത്തിക്കുന്നത് സാമ്പത്തിക സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിലാണ് RBIയുടെ കടുത്ത നടപടി. പേടിഎം പേയ്മെന്റ് മാതൃ കമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസിന് അന്താരാഷ്ട്ര തലത്തിൽ നിക്ഷേപ പിന്തുണ ലഭിച്ചിരുന്നു. ചൈനയിലെ ആൻഡ് ഗ്രൂപ്പും ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ ഈ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിരുന്നു. 2015 ഓഗസ്റ്റിൽ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യാനുള്ള ലിമിറ്റഡ് ലൈസൻസ് ലഭിച്ചതോടെ ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്ത് വലിയ വളർച്ചയാണ് പേടിഎം നേടിയത്. എന്നിരുന്നാലും തുടക്കത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പിഴവുകൾ ഉണ്ടായതായി RBI കണ്ടെത്തിയിരുന്നു. 2022 മാർച്ചിൽ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് 2024 ജനുവരിയിൽ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിലും വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ബാങ്കിന്റെ പ്രവർത്തനം കൂടുതൽ പരിമിതമായി. ഇത്തരം നിരന്തരമായ മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടും ആവശ്യമായ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ലൈസൻസ് റദ്ദാക്കലിലേക്ക് നയിച്ചത്. ഇത് ഇന്ത്യയിലെ ഫിൻടെക് മേഖലയ്ക്ക് വലിയ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന്റെ പ്രാധാന്യവും ഉപഭോക്തൃ സുരക്ഷയുടെ നിർണായകതയും വ്യക്തമാക്കുന്നു. ഉപഭോക്താക്കളുടെ നിക്ഷേപങ്ങളും വിവരങ്ങളും സംരക്ഷിക്കുന്നതിന് നിയന്ത്രണ ഏജൻസികൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഈ നടപടി സൂചിപ്പിക്കുന്നു. നിലവിൽ പേടിഎം അക്കൗണ്ടിലുള്ള തുക പിൻവലിക്കാൻ തടസ്സമുണ്ടാകില്ല. എന്നാൽ പുതിയ നിക്ഷേപങ്ങളോ ക്രെഡിറ്റുകളോ ഇനി അനുവദിക്കില്ല. പേടിഎം ആപ്പ് വഴിയുള്ള UPI റീചാർജുകൾ, ബില്ലുകൾ അടയ്ക്കൽ തുടങ്ങിയ സേവനങ്ങൾക്ക് ഈ നടപടി നേരിട്ട് ബാധകമല്ല. 197 കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയാണ് പേടിഎം ആപ്പ് നിയന്ത്രിക്കുന്നത്. ബാങ്ക് എന്നത് മറ്റൊരു വിഭാഗമാണ്. പേടിഎം മറ്റ് ബാങ്കുകളുമായി ചേർന്ന് നൽകുന്ന UPI സേവനങ്ങളും തുടർന്ന് ലഭ്യമായിരിക്കും. പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ 2022 മുതൽ തന്നെ RBI കർശന നടപടികൾ ആരംഭിച്ചിരുന്നു. 2022 മാർച്ചിൽ പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നത് വിലക്കി. തുടർന്ന് 2024 ജനുവരിയിലും ഫെബ്രുവരിയിലും അക്കൗണ്ടുകളിലും വാലറ്റുകളിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോൾ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടുകൾ മാറ്റുന്നതിനോ പണം പിൻവലിക്കുന്നതിനോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ RBI വഴിയോ അറിയിക്കുന്നതാണ്. നിക്ഷേപകർക്കുണ്ടായേക്കാവുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ സേവനങ്ങളും ലഭ്യമായിരിക്കും. ലൈസൻസ് റദ്ദാക്കപ്പെട്ടതോടെ പേടിഎം ഇക്കോസിസ്റ്റത്തിലെ ബാങ്കിംഗ് പരീക്ഷണത്തിന് അന്ത്യമായിരിക്കുകയാണ്. വരും ആഴ്ചകളിൽ ഉപഭോക്താക്കളുടെ ട്രാൻസിഷൻ പ്രക്രിയ സുഗമമാക്കാനാണ് റെഗുലേറ്റർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.